ഡെലിവറിയോടുകൂടി. അത് സിസേറിയനായിരുന്നു. ആ സമയത്ത് മരണകരമായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അവിടെ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയയിലോട്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഖത്തറിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതും അതോടൊപ്പം ദൈവവേലയിൽ വ്യാപൃതിയായിരിക്കുന്ന ബിന്ദു അരുണാണ് അനുഭവ സാക്ഷ്യങ്ങളും ദൈവവചനവും പങ്കുവെക്കുന്നത്. തുടർന്നുള്ള സമയങ്ങളിൽ സഹോദരിയുടെ വാക്കുകൾ ശ്രവിക്കാം. ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം ആരെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത്? ദൈവത്തെ നാം സ്നേഹിക്കുന്നുവെന്ന് പറയുകയും നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ ഒക്കെ നാം സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നുവെന്ന്, നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? എനിക്ക് പറയുവാനുള്ള സാക്ഷ്യം, നാം ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ കാണുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവം, ആ ദൈവത്തിന് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു സ്കൂളിൻ്റെ നിയമം, ഒരു രാജ്യത്തിൻ്റെ നിയമം മാറ്റുവാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജനനം മുതൽ, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നുവരെ എനിക്ക് പങ്കുവയ്ക്കുവാനുള്ള ഒരേ ഒരു വിഷയം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന ആ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഭാരപ്പെടാതെ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ഒരു സമയമുണ്ട്. ചിലപ്പോൾ നാം വിചാരിക്കുന്ന ആ സമയത്തായിരിക്കത്തില്ല ദൈവം മറുപടി അയക്കുന്നത്. ആ സമയത്ത് നമുക്ക് ആ മറുപടി ലഭിച്ചാൽ ഒരുപക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള നെക്സ്റ്റ് ലെവലിലേക്ക്, അതിനുള്ള ഒരു ലെവൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അതല്ല ദൈവത്തിന്റെ സമയം. നാം കാത്തിരിക്കുക. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവന്റെ സമയത്തിനായിട്ട് നാം കാത്തിരിക്കുക. ജീവിതത്തിലെ പ്രതിസന്ധികളെ നോക്കി വിഷമിക്കണ്ട, ഭാരപ്പെടണ്ട, ദൈവം സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നരുത്. നാം ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ നമ്മുടെ പേരിനെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. മോസസ് എന്ന വ്യക്തിയെ പറ്റി നിങ്ങൾക്കറിയാം. ജനനത്തിങ്കൽ തന്നെ വെള്ളത്തിൽ ഒടുക്കിക്കളയുവാൻ, അല്ലെങ്കിൽ അവന്റെ ജനനം തന്നെ ഇല്ലാതാക്കുവാൻ ശത്രു ശ്രമിച്ചു. പക്ഷേ വെള്ളത്തിന്റെ മുകളിൽ കൂടി ആ പേരിന്റെ അർത്ഥം പോലെ സാഹചര്യങ്ങളെ മാറ്റി ദൈവം അവന്റെ പേരിന്റെ അർത്ഥം വെള്ളത്തിൽ കൂടി കടക്കുവാൻ, പ്രതിസന്ധികളിൽ കൂടി തന്റെ ജനത്തെ, ഒരു വലിയ ജനം പുറകിലുണ്ട്, അവരെ നയിക്കുവാൻ മോസസിനെ തെരഞ്ഞെടുത്തുവെങ്കിൽ ആ മോസസിനോട് ദൈവം പറയുന്നുണ്ട്, നീ പുറകിലേക്ക് നോക്കി ഭാരപ്പെടണ്ട. നീ എന്തിനാണ് നിലവിളിക്കുന്നത്? നിന്റെ കൈവശമുള്ള വടി അത് മുൻപോട്ട് നീക്കുക, മുൻപോട്ട് കാണിക്കുക, പ്രതിസന്ധികളെ നോക്കി തുറക്കുവാൻ പറയുക. മോസസെ, നീ വിചാരിക്കരുത് അത് നിന്റെ ശക്തിയാണെന്ന്. ദൈവം പറയുന്നത് മോസസ് ചെയ്തു, വടി നീട്ടി. തലേ ദിവസം രാത്രിയിൽ ഒരു വലിയ കിഴക്കൻ കാറ്റടുപ്പിച്ച് ചെങ്കടലിന്റെ ഉള്ളിൽ പ്രതിസന്ധികളെ മാറ്റി മുൻപോട്ട് കടന്നു പോകുവാൻ തന്റെ ജനത്തിനു വേണ്ടി വഴിയൊരുക്കിയ ഒരു ദൈവമുണ്ട് എങ്കിൽ ആ ദൈവം പുസ്തകത്താളുകളിൽ ഉറങ്ങുന്ന ദൈവമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ വന്നോട്ടെ നമ്മുടെ ജീവിതത്തിൽ, സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ശക്തമായിട്ട് നീ മുന്നോട്ട് പോകുക. നിന്റെ കയ്യിലുള്ള പ്രാർത്ഥനാ വിഷയം, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ വിഷയം കർത്താവാണ് നിന്നോട് പറയുന്നത് എങ്കിൽ പ്രതിസന്ധികളെ നോക്കി കൽപ്പിക്കുക, പ്രതിസന്ധികളിലേക്ക് കൈ ചൂണ്ടി കൽപ്പിക്കുക, അത് തുറക്കപ്പെടും.
അത് തുറക്കപ്പെടുമ്പോൾ ദൈവം എനിക്കും നിനക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കാണാത്ത വിഷയങ്ങൾ, ഒരു ചെവി കേൾക്കാത്ത വിഷയങ്ങൾ, ശത്രു കാണാത്ത വിഷയമാണ് പ്രിയപ്പെട്ടവരെ ചെങ്കടലിന്റെ നടുവിലെ വഴി. മോസസ് കാണാത്ത വിഷയമാണ് പ്രിയപ്പെട്ടവരെ ചെങ്കടലിന്റെ നടുവിലുള്ള വഴി. ചെങ്കടലിന്റെ നടുവിൽ അവർ കാണാത്ത വഴി, അവർ കേൾക്കാത്ത ആ സാഹചര്യം അവരുടെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന ഇന്നത്തെ ഓരോ വിഷയങ്ങളും എൻ്റെ ജീവിതത്തിലും അത് കോറിലേറ്റ് ചെയ്താണ്. പലപ്പോഴും പ്രതിസന്ധികളെ നോക്കി ഞാനും എന്ത് ചെയ്യണമെന്ന് ഓർത്ത് വിലപിച്ചിട്ടുണ്ട്, പതറിയിട്ടുണ്ട്, കണ്ണീര് അണിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കർത്താവ്, ദൈവത്തിന്റെ കരം മോശയുടെ കൈമേൽ ചെല്ലുമാറാക്കി ആ സാഹചര്യങ്ങളെ ഓപ്പൺ ചെയ്യുവാൻ തക്ക രീതിയിൽ മോസസിനെ കൊണ്ട് ആ സാഹചര്യങ്ങൾ ഓപ്പൺ ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ ചെങ്കടലിന്റെ അവസ്ഥ, ആ ചെങ്കടലിനെ തുറന്ന് അവർക്ക് പ്രതികൂലമായി നിന്ന സാഹചര്യങ്ങളെ ഇരുമതിലായി ആ വെള്ളത്തിൽ ഒരുക്കുവാൻ കഴിഞ്ഞെങ്കിൽ പ്രതിസന്ധികളിൽ വിഷമിക്കുന്ന, നിലവിളിക്കുന്ന, സാഹചര്യങ്ങളെ നോക്കി ദുഃഖിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ദൈവം വഴി ഒരുക്കും. അതിന് ആ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഗൈഡൻസ് അത് നാം പ്രാപിക്കണം. അതിനാണ് ദൈവത്തിന്റെ വചനം പിന്നെയും പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ദൈവം ഇസ്രായേലിനെ സ്നേഹിച്ചു, ദൈവം മോസസിനെ സ്നേഹിച്ചു, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി. പ്രിയപ്പെട്ടവരെ, വീണ്ടും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള വേറൊരു കാര്യം വിശ്വാസം എന്നതിനെ പറ്റിയാണ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഡെസ്റ്റിനി, ഒരു ഫോക്കസ് ഉണ്ടായിരിക്കണം. എവിടേക്കാണ് നാം യാത്ര ചെയ്യേണ്ടത്, നാം എന്തായി തീരണം എന്ന് നാം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിനും നമ്മളെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ആ പദ്ധതികളിലേക്ക് നാം നടന്നെടുക്കണമെങ്കിൽ വിശ്വാസം എന്നൊരു കാര്യം നമുക്ക് അത്യാവശ്യമാണ്. ഈ വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ അത് എബ്രായർ 11:1 പറയുന്നു, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആശിക്കുന്നതിൻ്റെ ഉറപ്പും. ചില കാര്യങ്ങൾ നമ്മൾക്ക് പെട്ടെന്ന് കാണുവാൻ കഴിയുകയില്ല. ഏലിയാവിനെ സംബന്ധിച്ച് മഴയ്ക്ക് വേണ്ടി തൻ്റെ കൂടെയുള്ള വ്യക്തിയെ പലവട്ടം ഏലിയാവ് അയക്കുന്നുണ്ട്, നീ പോയി ഒന്ന് നോക്കുക, മഴയുടെ ലക്ഷണങ്ങൾ ഉണ്ടോ, മഴയുടെ എന്തെങ്കിലും ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ എന്ന് അറിയുവാൻ ഏലിയാവ് തൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തി അയക്കുന്നുണ്ട്. പക്ഷേ ഒരു സാഹചര്യവും ഒന്നും കാണുന്നില്ല. എങ്കിലും മുട്ട് കുനിച്ച് പ്രാർത്ഥിക്കുന്ന, ഏകനായിരുന്നിട്ടും ഒരു വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്ന ഏലിയാവിന്റെ മുൻപിൽ ശക്തമായ ഒരു മഴയുടെ സാഹചര്യം വെളിപ്പെട്ടു. ആഹാബിന്റെ രഥത്തെക്കാൾ വേഗത്തിൽ ആ മഴയുടെ ശക്തിയെ മറികടന്ന് മുൻപോട്ട് പോകുവാനുള്ള ദൈവത്തിന്റെ കൃപ പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. സാഹചര്യങ്ങളൊന്നുമില്ല, പ്രത്യാശിക്കുന്നത് പലപ്പോഴും അന്വേഷിക്കുന്നുണ്ട്, പോയി നോക്കുക, തിരിച്ചു വരുന്നത് മറുപടി ഇല്ലാതെയാണ്. പോയി നോക്കുക, മറുപടി ഇല്ലാതെ വരുന്നു. പക്ഷേ കാത്തിരിക്കുവാൻ നിനക്ക് ശക്തിയുണ്ട് എങ്കിൽ, കാത്തിരിക്കുവാൻ നിനക്ക് ശരിക്കും ക്ഷമയുണ്ട് എങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമ്മുടെ സമയത്തല്ല, ദൈവം അയക്കുന്ന സമയത്ത്, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത്, ദൈവം ക്രമീകരണം ചെയ്തു വെച്ചിരിക്കുന്ന ചില മേഖലകളിൽ അതിൻ്റെ സമയത്താണ് ദൈവം ആ പ്രവൃത്തി അയക്കുന്നത്. പക്ഷേ അവിശ്വാസം, ദൈവം ഞാൻ എത്രയും വൈകി കാത്തിരുന്നാലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമെന്നുള്ളൊരു വിശ്വാസം, ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ
പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന്റെ ശക്തി നിലച്ചുപോയ സാറയ്ക്ക് മുൻപിൽ സാറ അവസാനം വിശ്വസ്തനെന്ന് കർത്താവ് ദൈവത്തിന് എണ്ണുന്നു. അവിടെ സാറായ്ക്ക് പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിക്കുവാൻ കഴിഞ്ഞു എങ്കിൽ എനിക്കും എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർക്കും അതിന് ദൈവം സാഹചര്യങ്ങളെ ഒരുക്കും. പക്ഷേ അതിന് നമ്മൾക്ക് ഒരു ഉറപ്പ് വേണം. ദൈവത്തിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവർ, ഈ കാത്തിരിപ്പിന്റെ ഒക്കെ ഒരു അർത്ഥമുണ്ടല്ലോ. ചില കാര്യങ്ങൾ നാം ആഗ്രഹിക്കുന്നുണ്ട്, അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം അതിനെ കോറിലേറ്റ് ചെയ്യുന്നുണ്ടോ? അത് ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കേണ്ട ഒരു വിശ്വാസത്തിന്റെ ഒരു പൂർത്തീകരണമാണോ? ഇതൊക്കെ നാമും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ലോകത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ആ ഒരു നിലവാരമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആ നിലവാരത്തിലേക്കാണ് നമ്മുടെ സാഹചര്യങ്ങളെ നാം ആഗ്രഹിക്കേണ്ടത്. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ ആ കണ്ണ് കാണാത്ത വിഷയങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നാം ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലാണ് വരേണ്ടത്. ഒരു ചെവി കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനെന്ന വ്യക്തി, ഈ ബിന്ദു എന്ന വ്യക്തി, അല്ലെ എന്നെ ശ്രവിക്കുന്ന എന്റെ സ്നേഹിത, അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള ആ പൂർത്തീകരണം, അതേതാണോ പോയിന്റ്, അതേതാണോ വിഷൻ, ആ അവസ്ഥയിലേക്കാണ് നാം ആഗ്രഹിക്കേണ്ടത്. അവിടെ നാം പറയണം, ദൈവമേ എൻ്റെ ആഗ്രഹം ഇതാണ്. കർത്താവേ, ദൈവമേ നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അതാണ് എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ നോക്കി ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രായം കഴിഞ്ഞു, ഇനി നീ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, നിന്റെ എഡ്യൂക്കേഷണൽ ലെവലെല്ലാം കഴിഞ്ഞു, നീ ഇത്ര എഡ്യൂക്കേഷനൊക്കെ നേടിയാൽ മതി. അല്ല, ഏത് പ്രായത്തിലും നാം ആഗ്രഹിക്കുന്ന ഒരളവിലേക്ക്, അല്ല ദൈവം എന്നെപ്പറ്റി ഞാൻ പൂർത്തീകരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ആ പോയിന്റിലേക്ക് എത്തുവാൻ ഞാൻ ആഗ്രഹിച്ചാൽ അത് ഏത് പ്രായത്തിലും നമുക്ക് നേടിത്തരുവാൻ ദൈവത്തിന് കഴിയും. അബ്രഹാം, ഇസഹാക്ക് അവർ യാത്ര ചെയ്യുകയാണ്. അവർ യാത്ര ചെയ്യുന്ന ആ സമയത്ത് ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, തീയും വിറകുമുണ്ട്, പക്ഷേ ഹോമയാഗത്തിനുള്ള മൃഗം എവിടെ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം പലപ്പോഴും നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നാം നേരിടുന്ന ഒരു കാര്യമാണ്, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും അതിന്റെ അൾട്ടിമേറ്റിലേക്ക് എത്തേണ്ട, അല്ലെങ്കിൽ ആ ടാർഗറ്റ് പോയിന്റിലേക്ക് എത്തേണ്ട ചില കാര്യങ്ങൾ നാം ചിലപ്പോൾ കാണുന്നില്ല. പക്ഷേ അതിന്റെ ഉത്തരം നമുക്ക് തരുന്നത് ദൈവമാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്. അതാണ് തിരുവചനം പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന്. ഇവിടെ അബ്രഹാം കണ്ടില്ല ഹോമയാഗത്തിനുള്ള ബലിമൃഗം മോറിയ മലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇസ്ഹാക്കിന് അറിയില്ല എവിടേക്കാണ് തന്റെ പിതാവ് തന്നെ കൊണ്ട് പോകുന്നത്. സാധാരണ തന്റെ പിതാവ് ഹോമയാഗത്തിന് പോകുമ്പോൾ കയ്യിൽ വിറകുണ്ട്, ബലിമൃഗമുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്. ഇസ്ഹാക്ക് കാണുന്നില്ല, തന്റെ പിതാവിന്റെ കയ്യിൽ ഇതൊന്നുമില്ല. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. മോറിയ വരെ പോകണമെന്ന് ആ ഒരു കാര്യവും തന്റെ പിതാവ് ഹിന്റ് ചെയ്തിട്ടില്ല. പക്ഷെ തന്റെ പിതാവിനറിയാം, ദൈവം കരുതിക്കൊള്ളും. ഇതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ മുമ്പ് പറഞ്ഞ വചനത്തിന്റെ കണക്ഷൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, അബ്രഹാം കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. പക്ഷേ കർത്താവ് കണ്ടു, ദൈവം കണ്ടു. ആ മോറിയ മലയുടെ മുകളിൽ 3-ാമത്തെ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ രണ്ടുപേരും അവിടെ കയറി ചെന്നു. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയാണ്. എന്തായിത്തീരും? എൻ്റെ അവസ്ഥയ്ക്ക് എന്ന് മാറ്റം വരും? ഈ പ്രശ്നങ്ങളിലൂടെ, ഈ പ്രതിസന്ധികളിലൂടെ ഒക്കെ ഞാൻ കടന്നു പോവുകയാണ്. ഇതിനൊരു ഉത്തരം എവിടെ? ദൈവമേ, ഇതിനൊരു ഉത്തരം എവിടെ? ആ ഒരു ഫ്ലാറ്റായ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നത്.
പക്ഷേ അബ്രഹാം കത്തി ആ കുഞ്ഞിന്റെ മേൽ ഓങ്ങുന്നതിന് മുൻപേ അവിടെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടു. എന്താണ് നമുക്ക് ഏവർക്കും അറിയാം. മുൾക്കാട്ടിൽ കുരുങ്ങിക്കിടന്ന ദൈവം ഒരുക്കിയ ഒരു ബലിമൃഗം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആശിക്കുന്നതിന്റെ ഉറപ്പുമാണ്. ആ ഉറപ്പ് അബ്രഹാമിന് അവിടെ പ്രാപിക്കുവാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവർ, എൻ്റെ ജീവിതത്തിലും പലപ്പോഴും ഞാൻ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ജോലിയുടെ കാര്യത്തിലായാലും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു, കർത്താവേ, എനിക്കൊരു നല്ല ജോലി വേണം. ഞാൻ ഈ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും എനിക്കൊരു നല്ല ഒരു ജോലി വേണം. അങ്ങനെ ഞാൻ ജോലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് കടന്നുപോയി. ആ ഇന്റർവ്യൂ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. കാരണം കൂടുതൽ ഇന്റർവ്യൂ എനിക്ക് പിന്നെ അറ്റൻഡ് ചെയ്യേണ്ടി വന്നില്ല. അവിടെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ദൈവത്തിന്റെ തിരുവചനം വായിച്ച സമയത്ത് നെഹമ്യാവിന്റെ പുസ്തകത്തിലെ ഒരു വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുവാൻ ഇടയായി. ആ വചനം എങ്ങനെയായിരുന്നു? രാജാവിന്റെ കൈ അവന് അനുകൂലമായിരുന്നത് കൊണ്ട് അവൻ ആഗ്രഹിച്ചത് അവിടെ രാജാവ് കൊടുക്കുന്നതായിട്ട്. ദൈവത്തിന്റെ കൈ അവന് അനുകൂലമായിരുന്നത് കൊണ്ട് നെഹമ്യാവ് ആഗ്രഹിച്ചത് എന്തോ നെഹമ്യാവിന് രാജാവ് അവിടെ കൊടുക്കുകയാണ്. ആ വചനഭാഗമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ഇന്റർവ്യൂവിന് കടന്നുപോയി. മറ്റു കുറേയേറെ പേർ അവിടെ അതിൽ പാസ്സാകുവാതെ അവര് റിജക്റ്റ് ആകുവാൻ ഇടയായി. പക്ഷേ ആ സാഹചര്യത്തിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില മെമ്പേഴ്സിനെ അവർ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്തു. അതിൽ എനിക്കും ഇന്റർവ്യൂ അത് പാസ്സാകുവാൻ, അപ്രൂവ് ആകുവാൻ ഇടയായി. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമ്മെ നടത്തുന്ന വഴികൾ, അതിൽ കൂടി എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കരിയറിലേക്ക് നല്ലൊരു അപ്ഡേറ്റ് ലഭിക്കുവാൻ ദൈവം സഹായിച്ചു. ജീവിത സാഹചര്യങ്ങളെ നാം നോക്കി ദുഃഖിക്കരുത്, വിലപിക്കരുത്. നമ്മുടെ ജീവിതത്തെ കൈപിടിച്ചു നടത്തുന്നത് ദൈവമാണ്. എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ ചില വിഷമകരമായ സാഹചര്യങ്ങൾ കൂടി കടന്നു പോയേണ്ട സാഹചര്യം വന്നു. ഒരുപക്ഷെ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു കാര്യം അവിടെ വെളിപ്പെടേണ്ടതായ ഒരു സാഹചര്യം വന്നു. അവിടെയൊക്കെയും ദൈവത്തിന്റെ കരം കൈപിടിച്ചു നടത്തുന്ന ഒരു സാഹചര്യം. ആ മരണകരമായ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. അത് പ്രാർത്ഥനയിൽ കൂടി കർത്താവ് ആ കാര്യത്തിന് വിടുതൽ തരുവാൻ ഇടയായി. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കേണ്ടി വരുമായിരുന്നില്ല. മരണകരമായ ഏത് സാഹചര്യങ്ങളിലും നമ്മെ കൈപിടിച്ച് മുൻപോട്ട് നടത്തുവാൻ ദൈവത്തിന്റെ കരമുണ്ടെങ്കിൽ, നാം ആയിരിക്കുന്ന ആ ഓപ്പറേഷൻ ടേബിളിൽ നമ്മെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഡോക്ടേഴ്സിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ ശക്തി കടന്നു ചെല്ലും. അങ്ങനെ ഒരു വിടുതൽ അനുഭവിക്കുവാൻ എനിക്ക് ദൈവം ഇടയാക്കി. അത് കാരണം എൻ്റെ ജീവിതത്തിൽ ഇനി ലഭിക്കേണ്ടുന്ന നന്മകൾ വീണ്ടും പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ വാഗ്ദത്ത വിഷയങ്ങളിലേക്ക് വീണ്ടും കടന്നു ചെല്ലുവാൻ ദൈവം എൻ്റെ ആയുസ്സിനെ മുൻപോട്ട് വീണ്ടും ഒരു അനുഗ്രഹത്തോടെ നടത്തി. എൻ്റെ മൂത്ത കുഞ്ഞിനോടുള്ള സാഹചര്യത്തിലാണ്. അവളെ സ്കൂളിൽ ചേർക്കേണ്ട സമയത്ത് ഒരുപാട് സ്കൂളുകളിൽ ഞങ്ങൾ അന്വേഷിച്ചു എവിടെയാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത്. പക്ഷേ ഒരു സ്കൂളിലും അഡ്മിഷൻ ലഭിക്കാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, ഇനി അടുത്തൊരു വർഷത്തിലേക്കാണല്ലോ അവളെ ചേർക്കേണ്ടി വരിക എന്നുള്ള ആ ഒരു ആവലാതിയൊക്കെ ഹൃദയത്തിലിരിക്കുമ്പോൾ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി, ദൈവം വ്യക്തികളെ ഒരുക്കി, ആ സ്കൂളിന്റെ സിലബസ് വരെയും മാറ്റി അവൾക്ക് ലഭിക്കേണ്ടുന്ന ആ സിലബസിലേക്ക് കർത്താവ് കുഞ്ഞിനെ ഒരു അഡ്മിഷൻ ലഭിക്കുവാൻ ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ അനുഭവ സാക്ഷ്യം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.